ജീവിതം ഒരു യാത്രയാണ്, സുദീർഘമായ യാത്ര. ഋതുഭേദങ്ങൾ പലതും മിന്നിമറയുമ്പോൾ ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും ജീവിതത്തെ ഏടുകളായി തിരിക്കുന്നു. ലക്ഷ്യം തേടിയുള്ള ഈ യാത്രയുടെ പാത മുൻകൂട്ടി നിർണയിക്കുക ഏറെ പ്രയാസം. പഥികരായ നാം ഈ യാത്രയിൽ പല പെരുവഴിയമ്പലങ്ങളിലും എത്തിപ്പെടുന്നു. അതിൽ കലാലയം, അത് ഒരവിസ്മരണീയ ഓർമ്മയായി എന്നും നിലനിൽക്കുന്നു. ഋതുഭേദങ്ങൾ സംഗമിക്കുന്ന, ഓർമ്മകളുടെ മാധുര്യം നുണയുന്ന ഇടനാഴികൾ. കാലമെപ്പോഴോ കനിഞ്ഞു നൽകിയ സൗഹൃദങ്ങളും സാഹോദര്യങ്ങളും ആഘോഷമായി തിമിർത്ത കാലം. ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഏറ്റവും മനോഹരമായി തോന്നുന്നത് യൗവനമാണ്. ആ യൗവനത്തെ ആവോളം ആസ്വദിക്കുവാനും സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും പരിപോഷിപ്പിക്കാനും പഠിപ്പിച്ച സ്ഥലം. സൗഹൃദത്തിൻ്റെ ഇടവഴികളിൽ പൊടിവീണു മറയുമ്പോൾ തട്ടിയെടുക്കുന്ന ഓർമ്മകൾക്ക് പ്രിയമേറെ. ആ ഓർമ്മകളിൽ പ്രണയമുണ്ടായിരുന്നു, സാഹോദര്യമുണ്ടായിരുന്നു, ചെറിയ ചെറിയ പിണക്കങ്ങളുണ്ടായിരുന്നു. കാലം കടന്നുപോയപ്പോൾ അതിനെ ഓർമ്മകളെന്ന് വിളിച്ചു. മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ സന്തോഷം നൽകുന്ന ഓർമ്മകൾ. പക്ഷേ എൻ്റെ പേര് ഗീവർഗീസ് ജോൺ. ഞാൻ ഇപ്പോൾ പഠിക്കുന്ന പിറവത്തെ BPC കോളേജിലാണ്. BS ഇലക്ട്രോണിക്സ് എന്ന കോഴ്സാണ് ഞാൻ പഠിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ പഠിച്ച കോളേജ് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ സേലത്തുള്ള ജ്ഞാനമണി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന കോളേജിൽ ഒരു EC ഡിപ്പാർട്ട്മെൻറ്റ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അവിടെ വെച്ച് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് മലയാളികൾക്ക് ആക്കടെ മാസങ്ങൾ കൂടി കിട്ടുന്ന ഒരു ലീവാണ് പൊങ്കൽ ലീവ്. അപ്പോൾ ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ സന്തോഷത്തോടെ നാട്ടിലേക്ക് ഇരിക്കുന്ന ഒരു ലീവാണത്. അവിടെ വെച്ച് ഞങ്ങൾ ലീവിന് പോരുമ്പോൾ ഒന്ന് സന്തോഷമുണ്ട്, പക്ഷെ മനസ്സിൽ പേടിയുണ്ട്. കാരണം സീനിയേഴ്സ് അവിടെ പൈസ പിരിവ് കുണ്ടാപ്പിരിവ് പോലെ ഇങ്ങനെ കുറേ റാങ്ക് പോലെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പേടിച്ചാണ് പലപ്പോഴും ഈറോഡ് വഴിയാണ് പോകാറുള്ളത്. പക്ഷെ അന്ന് ഞങ്ങൾക്ക് സേലം വഴി പോകേണ്ട വന്നു. അതുകൊണ്ട് സേലം വഴി ഞങ്ങൾ വന്നു. അന്ന് അവിടെ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ സ്റ്റേഷനിൽ പോയപ്പോൾ തന്നെ അവരുടെ ഫ്രണ്ട് സീനിയേഴ്സ് കുറേ പേര് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പേടിച്ച് അവരെ കാണാൻ ടിക്കറ്റൊക്കെ എടുത്തു പോയി പ്ലാറ്റ്ഫോമിൽ ഇരുന്നു. ട്രെയിൻ വരാനായപ്പോഴത്തേക്കും സീനിയേഴ്സൊക്കെ വന്ന് ഞങ്ങളെ ഇങ്ങനെ പേടിപ്പിക്കാൻ, ഭീഷണിപ്പെടുത്താൻ, നിങ്ങളെ ഞങ്ങൾ വെച്ച് കണ്ടോളാം, നിങ്ങൾ വാ, നിങ്ങൾ ജൂനിയേഴ്സ് ആലേ ഇത്ര അഹങ്കരിക്കാന്ന് പറഞ്ഞ് കുറേ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പേടിച്ചങ്ങ് മാറി ഞങ്ങൾ നേരെ ബാക്കിലേക്ക് പോയി. അപ്പോൾ അവർ പിന്നെയും ബാക്കിലേക്ക് വന്നു. ഞങ്ങൾ കണ്ടിട്ട് അവർ പിന്നെ വേറെ കാര്യത്തിന് പോയപ്പോൾ ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോയി. ഫ്രണ്ടിലത്തെ കമ്പാർട്ട്മെൻറ്റിൽ കയറി, അവർ ബാക്കിലത്തെ കമ്പാർട്ട്മെൻറ്റിലും കയറി. ട്രെയിൻ വിട്ട് ഈറോഡ് എത്തിക്കഴിഞ്ഞ് അവിടെ 5 മിനിറ്റ് വണ്ടി പിടിച്ചിട്ടു. ഇട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ആ സീനിയേഴ്സിനെ പേടിച്ചിട്ട് അവർ ബാക്കിലായതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ടിലായതുകൊണ്ട് ഒന്ന് മാറി ഇച്ചിരി പുറകോട്ട് ഉള്ളിലേക്ക് കയറിയിരുന്നു. പക്ഷെ എൻ്റെ കൂട്ടുകാരൻ അവൻ അറിഞ്ഞില്ല, അവൻ നേരെ ഫ്രണ്ടിലേക്ക് കയറിയിരുന്നു. അപ്പോൾ അവർ കണ്ടു, കയറി. അവരുടെ എന്തോ കമ്പിയും എന്തോ ടൂൾസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളത് അവരുണ്ടായിരുന്നു ശ്രദ്ധിച്ചില്ല. എന്നിട്ട് അവർ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഏത് ഇയറാണ് ചോദിച്ചു. ഞങ്ങൾ സെക്കൻഡ് ഇയർ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചു, ഞങ്ങൾ EC ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം നിങ്ങളെന്താ എന്താ ഉള്ളത്, പൈസ വല്ല ഇരിപ്പുന്നുണ്ടോ, ATM കാർഡ് ഉണ്ടോ, മൊബൈൽ ഉണ്ടോ, എല്ലാം ചോദിച്ച് കോളെ കയറി ഇങ്ങനെ പിടിച്ച് ഇറുക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞ് എല്ലാം ഉണ്ട്, പക്ഷെ പൈസ തരാൻ പറ്റില്ല, ATM കാർഡ് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ATM കാർഡ് തന്നേ പറ്റുള്ളൂ, നീ ജൂനിയർ അല്ലേ, ഞങ്ങൾ 4th ഇയേഴ്സാണ്, ഞങ്ങൾ ഇതുപോലെ കുറേ സെക്കൻഡ് ഇയേഴ്സൊക്കെ കണ്ടതാണ്, അഹങ്കരിച്ച് ഞാൻ നിന്നെയും കൊണ്ട് ഞങ്ങൾ പോകില്ല, എന്നെ കൊന്നിട്ടേ പോകുള്ളൂ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ കാര്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ATM കാർഡ് തരാൻ പറ്റില്ല, പൈസ വല്ല 100-200 തരാൻ കുഴപ്പമില്ല, പക്ഷേ ATM കാർഡ് തരാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയുടെ പേരിലാണ് ATM കാർഡ് എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെ സമ്മതിക്കില്ല, എന്നെ പിടിച്ച് തള്ളിപ്പോൾ ഞാനാകെ പേടിച്ചു പോയി. അത്രയും 5-8 പേര് കൂടിയാണ് തള്ളിയത്. അപ്പോൾ ഞാനാകെ പേടിച്ചു പോയി. ഞാൻ ഓടാൻ ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞു ഓടുന്നോന്ന് പറഞ്ഞ് അവരെന്നെ കയറി അകത്തേക്ക് വലിച്ചിട്ടിട്ട് ഒരു ചേട്ടൻ വന്നിട്ട് എൻ്റെ മുഖത്ത് കീറി, എന്തോ ഒരു ഇരുമ്പൊടി വെച്ച് കീറി. അപ്പോൾ ഞാൻ വേദന കൊണ്ട് ഞാൻ ആകെ തല കുനിച്ച് മുഖത്ത് പൊത്തി ഞാൻ തല കുനിച്ചപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് തല പൊക്കിയിട്ട് ഒന്നോടെ എൻ്റെ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് ഇവിടെ കീറിയപ്പോൾ ഞാൻ അപ്സെറ്റ് ആയിപ്പോയി. മുഖത്ത് വിട്ടുകൊണ്ടപ്പോൾ ഞാൻ അവിടുത്തെ കണ്ണ് കാഴ്ച പോയെന്ന്, ഇവിടുത്തെ തൊലി കയറി കണ്ണിലേക്ക് വന്ന് വീണു. ഞാൻ അവിടുത്തെ കണ്ണ് കാഴ്ച പോയെന്ന്. അപ്പോൾ ഞാനാകെ മാനസികമായിട്ട് അങ്ങ് ഡിപ്രസ്ഡായി പോയി. എന്നിട്ട് ഞാൻ പിന്നെ അങ്ങ് തുടച്ച് കഴിഞ്ഞപ്പോഴാണ് തൊലി മാറ്റിപ്പോഴാണ് കണ്ണ് കാണാൻ പറ്റുക. ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും ഓടാൻ നോക്കി. അപ്പോഴും ഇവരെന്നെ അടിച്ച് അപ്പോൾ ലാസ്റ്റ് ഏതൊരു ചേട്ടൻ പറഞ്ഞ് ശരിയടാ അവൻ ചോര വരുന്നില്ല, ചത്തു പറഞ്ഞ് നമുക്ക് വിട്ടേക്കാന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്ക് വണ്ടി മൂവ് ചെയ്ത് തുടങ്ങി.
അപ്പോൾ എന്നെ അങ്ങ് തള്ളിയിടാൻ പോയപ്പോഴത്തേക്കും തള്ളിയിടുന്ന സമയം കൊണ്ട് 2 ഏട്ടന്മാർ വന്നിട്ട് എൻ്റെ പുറത്തേക്ക് കുറേ മെറ്റലിൻ്റെ ഒടിഞ്ഞ പീസുകൾ വന്നിട്ട് ഇവിടെ പുറത്തും സൈഡിലൊക്കെ ഇട്ട് ഭയങ്കര ശക്തിയോടെ വരഞ്ഞിട്ട് പോടാ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഒരു ഏട്ടൻ്റെ കത്തി വെച്ച് കഴുത്തിൽ ഇങ്ങനെ വരഞ്ഞിട്ട് നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കഴുത്തിൽ വരച്ചിട്ട് ഒറ്റ തള്ളം കളി. ഭാഗ്യത്തിന് എന്തോ സാറിന് അവിടെ സൈഡിൽ എന്തെങ്കിലും കടകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറില്ല. ആ കടയിൽ അടിച്ചെങ്ങനെ വീണാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എനിക്ക് എന്തെങ്കിലും ഞാൻ മരിച്ചു പോകാനും. പക്ഷെ എന്തോ ഭാഗ്യത്തിന് കട ഒന്നും ഉണ്ടായില്ല. ഞാൻ നിലത്ത് കാലുകുത്തി തന്നെ വീണു. അങ്ങനെ ഞാൻ എണിച്ച് ഷർട്ടൊക്കെ കീറിപ്പോയി. ഷർട്ടും ഒന്നുമില്ല, ഷർട്ടൊക്കെ ഭയങ്കര കീറി നാശമായി. ഞാൻ പിന്നെ ഈ ചോര ഒലിപ്പിച്ചുകൊണ്ട് നേരെ സ്റ്റേഷൻ മാസ്റ്റർ അടുത്ത് നിന്നു. പോലീസിനെയും കൊണ്ട് ഇവരോട് ഗവൺമെൻറ് ചെന്ന് കേസാക്കി എന്നെ സ്റ്റിച്ച് ചെയ്തപ്പോൾ സാറിന് ഹോസ്പിറ്റലൊക്കെ മരവിപ്പിക്കാറുണ്ട്, പക്ഷെ എന്നെ മരവിപ്പിച്ചില്ല. മുഖത്തൊക്കെ ശരിക്കും ആ ഒരു വേദനയോട് സഹിച്ചാണ് ഞാൻ ചെയ്തത്. കരയാനും പറ്റില്ല, അവരോടൊന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയിലായിപ്പോയി. ഒരു വല്ലാത്ത അവസ്ഥയിൽ എന്തോ ദൈവം ഈ ശക്തി ഒന്നും പിടിച്ചിരിക്കാനുള്ള. അവിടെ എത്ര സ്റ്റിച്ച് അങ്ങനെയുണ്ട് ഡോക്ടർമാർ പറഞ്ഞില്ല. എന്തുകൊണ്ട് എൻ്റെ മനസ്സ് തകരാതിരിക്കാൻ വേണ്ടിയായിരിക്കും. എൻ്റെ മസിലൊക്കെ ഇവിടെ ഇങ്ങനെ തുളഞ്ഞിരിക്കുമായിരുന്നു. ഇങ്ങനെ ഉള്ളിലെ മസിൽ കാണാമായിരുന്നു, അത്രമാത്രം പൊളിഞ്ഞു പോയി. അവരെന്തോ കീറിയാണ് കത്തി വെച്ച്. ഞങ്ങൾ അടുത്ത ദിവസം തന്നെ എറണാകുളം നോർത്തിലുള്ള റെയിൽവേ സ്റ്റേഷന് സമീപത്തിനുള്ള സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. ഇപ്പോഴത്തെ സ്റ്റിച്ച് കൂടിയിട്ട് 2ാമത് സ്റ്റിച്ച് ഇട്ടു. എനിക്ക് ടോട്ടലി 74-75 സംതിങ് സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആകെ ഇതായി പോയി. അന്ന് വളരെയേറെ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു. ഞാൻ വളരെ ഇഞ്ചക്ഷൻ പരമായിട്ടും ഗുളികപരമായിട്ടും ആൻറ്റിബയോട്ടിക് കഴിച്ചു. കാരണം അടിച്ചത് റോഡ് വെച്ചാണ്. എല്ലാം പോയിസൺ പിടിച്ച് എല്ലാം പറ്റിക്കഴിഞ്ഞാൽ ഞാൻ മരിക്കാനും സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. കാരണം ഇത്രയും ബ്ലഡും പോയി, ഇത്ര മുറിവും ബോഡിക്ക് ഇംബാലൻസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് കുറേ കഴിച്ചിരുന്നു. ഭയങ്കര കഠിനമായ ചൂടാണ് തമിഴ്നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം പഠിക്കണമെന്നുണ്ട്, ക്ലാസ്സിൽ പോകാനും പറ്റില്ല. അവിടെ ഭയങ്കര ഉഷ്ണക്കാരും ചൂടോട്ടായതുകൊണ്ട് കുരുവൊക്കെ പൊട്ടി പഴുത്ത് വല്ലാതെ അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. ആ സമയത്തേക്ക് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് ഇത്രയും എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല, ഒന്നും ചെയ്യാൻ എത്ര അനുഭവിക്കേണ്ടത് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു കുടുംബത്തിൻ്റെ സകല പ്രതീക്ഷകളെയും താലോലിച്ചുകൊണ്ടാണ് ഗീവർഗീസ് അന്യനാട്ടിലെ കോളേജിന് മുന്നിൽ എത്തിപ്പെട്ടത്. പക്ഷേ പ്രതീക്ഷകളെ താലോലിച്ച് തുടങ്ങുന്നതിന് മുൻപ് തന്നെ കൊടുംപാതകത്തിൻ്റെ ഇരയാവുകയായിരുന്നു ഗീവർഗീസ്. രാഗിമിനുക്കിയ കത്തിമുനകൾ തൻ്റെ പച്ചമാംസത്തിൽ തുളച്ചു കയറുമ്പോഴും തലങ്ങും വിലങ്ങും നിന്ന് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ഗീവർഗീസിന് ചോദിക്കാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: എന്തേ ഞാൻ ചെയ്ത തെറ്റ്? നിർധനനായൊരു കുടുംബത്തിലെ അംഗമായതോ? പണത്തിൻ്റെയും ആൾബലത്തിൻ്റെയും സ്വാധീനമില്ലാത്തതുകൊണ്ടോ? പഠിക്കണമെന്ന മോഹമുണ്ടായതുകൊണ്ടോ? ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ റാങ്കിങ് നടക്കുമ്പോൾ ഇത് നടത്തുന്ന സീനിയർ വിദ്യാർത്ഥി വളരെയധികം സുരക്ഷിതനാണ്. സീനിയർ വിദ്യാർത്ഥികൾ കുറേ കാലമായി അവിടെ കഴിയുന്നവരാണ്. അവർ തമ്മിൽ നല്ല യോജിപ്പുണ്ട്. അവർ തമ്മിലൊരു ഗ്യാങ് സ്വഭാവം തന്നെ ഉണ്ട്. അതേസമയത്ത് ജൂനിയർ വിദ്യാർത്ഥികൾ പല ഭാഗങ്ങളിൽ നിന്നും പരസ്പരം പരിചയമില്ലാത്തവരും അവർക്ക് ഈ പുതിയ സാഹചര്യമായിട്ട് ഇണങ്ങിച്ചേരാൻ ആവുന്നതിന് മുമ്പാണ് റാങ്കിൻ്റെ തുടക്കം ഉണ്ടാകുന്നത്. ഇവിടെ ഈ ജൂനിയർ വിദ്യാർത്ഥി, ഈ പുതുമുഖം വളരെ വൾണറബിളാണ്. ഇദ്ദേഹത്തിന് ഇവിടെ ഒരു ചെറുത്തുനിൽപ്പിനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതെങ്കിലും തരത്തിൽ എതിർക്കാനുള്ള ഈ പരിചയം ഇല്ലാത്തതും ഒരു നിസ്സഹായ അവസ്ഥയുമാണ് പലപ്പോഴും ഈ റാങ്കിങ്ങിന് സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ മുതിർന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല ഘടകമായി മാറുന്നത്. ഇങ്ങനെ ഈ അനുകൂല ഘടകം ഉപയോഗിച്ച് കൂട്ടം ചേർന്ന് ജൂനിയർ വിദ്യാർത്ഥികളെ റാങ്കിങ്ങിന് വിധേയമാക്കുമ്പോൾ പുതുമുഖങ്ങളിൽ നിന്നും എതിർപ്പുണ്ടാവുകയും ഈ എതിർപ്പുണ്ടാവുന്ന സമയത്ത് തന്നെ അവർക്ക് ആ എതിർപ്പിനെ മറികടക്കാൻ വേണ്ടി ബലപ്രയോഗവും അല്ലെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇവരെ ക്ഷീണിപ്പിക്കുന്ന തരത്തിൽ പെരുമാറേണ്ട ഒരവസരം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് ഒരു അക്രമ സ്വഭാവമുള്ള വ്യക്തി ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നത്. ഇവരായിരിക്കും പിന്നെ ഇതിൻ്റെ അജണ്ട നിർണ്ണയിക്കുന്നത്. ഇവർ ഒരു തരത്തിൽ ഹീറോ ആവുകയും അവരുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു വയലൻസിനോടുള്ള ത്വര വരികയും അവർ ഈ കാര്യപരിപാടികൾ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ മറ്റുള്ളവർ അനുകൂലിക്കുകയോ അല്ലെങ്കിൽ നിശബ്ദരാകുകയോ അല്ലെങ്കിൽ എതിർക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരികയാണ്. അപ്പോൾ ഇതിനനുസരിച്ച് ഇതിൽ മേധാവിത്വത്തിന് വേണ്ടി മറ്റൊരാളുണ്ടെങ്കിൽ അയാൾ ഇതിനും കൂടുതൽ അക്രമ സ്വഭാവം കാണിക്കുന്ന ആൾക്കായിരിക്കും കൂടുതൽ മേൽക്കൈ നീട്ടുന്നത്. അധികാരവും അതീശത്വവും മനുഷ്യനെ ഊറ്റം കൊള്ളിക്കുന്ന ലഹരിയാണ്. ചത്ത പാമ്പിൻ്റെ പടം മണ്ണിൽ പൊന്തി നിൽക്കുന്ന കാഴ്ച പോലെ.
അടിച്ചമർത്തലിൻ്റെയും മേൽക്കൊയ്മയുടെയും പിന്നാമ്പുറങ്ങളിൽ മദ്യവും മയക്കുമരുന്നും യുവത്വത്തെ ഭീരുത്വമാക്കുമ്പോൾ ചില യൗവനങ്ങൾ മറ്റുള്ളവരുടെ മേൽ നടത്തുന്ന കടന്നുകയറ്റം. അനുകരണ ശൈലിയും കാമക്രോധാദികളും മനുഷ്യമനസ്സുകളിൽ ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ മനസ്സ് നയിക്കുന്ന പ്രവൃത്തികൾ ചെന്നെത്തുന്നത് വികൃതമായ തലങ്ങളിലേക്കായിരിക്കാം. ഞാനൊക്കെ ഫസ്റ്റ് ഇയർ വന്ന ടൈമിൽ ഞാനും എൻ്റെ ബാച്ചും ഞങ്ങളുടെ സീനിയേഴ്സിൻ്റെ റൂമിൽ 3-4 ദിവസം പോയിട്ട് അവർ പറയണതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരവസരം വന്നപ്പോൾ ഞങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയോ അത് അങ്ങനെ തന്നെ തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. അതിൽ പലരും ഏറ്റവും വഴക്ക് വരെ എത്തിയിട്ടുണ്ട്. അത് നമ്മൾ പറയുമ്പോൾ കേൾക്കാണ്ടിരിക്കുമ്പോൾ എന്തായാലും വഴക്ക് വരുമല്ലോ. അത് നല്ല അടിയായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് തന്നെ എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് അവരുടെ ജൂനിയേഴ്സിനോട് ഇങ്ങനെ തുടർന്നു പോകുന്നത്. പിന്നെ അതൊക്കെ അന്നത്തെ ആ ഒരു സ്പിരിറ്റിൽ അതങ്ങനെ അങ്ങോട്ട് പോയി. മനുഷ്യന്റെ വ്യക്തിഗത സ്വഭാവത്തെ ഉത്തേജിപ്പിക്കുന്നത് അവന്റെ ചുറ്റുപാടാണ്. അനുഭവങ്ങൾ സൃഷ്ടിക്കുന്ന അനുകരണ ശൈലി പ്രതികാരവും പകപോക്കലുമായി മാറുമ്പോൾ അത് സൃഷ്ടിക്കുന്ന ഫലം മിക്കപ്പോഴും വളരെ അഗാധമായ മുറിവുകൾ ഉണ്ടാക്കിയേക്കാം. അതിനേക്കാൾ ഉപരി മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് അതിനെ സ്ഥിരമായി നിലനിർത്താൻ കഴിയാത്തത്. ഇതിലിവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ വയലൻസ്, അഗ്രഷൻ തുടങ്ങിയവയുടെ പറ്റിയുള്ള പഠനങ്ങൾ കാണിക്കുന്നത് ഒരിക്കൽ ഏതെങ്കിലും തരത്തിലുള്ള വയലൻസിന് അല്ലെങ്കിൽ അഗ്രഷന് വിധേയനായ വ്യക്തികളിലും വളരെയധികം പക, പ്രതികാരത്തിനുള്ള ഒരു ആഗ്രഹം, അതിനുള്ള ശക്തമായ ഒരു പ്രവണത നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഒരാൾക്കോട് നേരിട്ട് എതിരിടാൻ പറ്റാത്തതുകൊണ്ട് അത് കൂടുതൽ സൗകര്യമായ ഇരയിലേക്ക് ഈ അക്രമം തിരിച്ചുവിടുക വഴി തനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു മാനസികമായിട്ടുള്ള ഒരു മേൽക്കോയ്മ തിരിച്ചു പിടിക്കുവാനും തൻ്റെ ദൗർബല്യം മറച്ചു വെക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ കാണുന്നത്. ഇത്തരം വിരോധാഭാസങ്ങളെ വളരെ ലളിതമായ രീതിയിൽ തന്നെ ചെറുക്കാൻ സാധിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു സൗഹൃദ കൂട്ടായ്മയോടെ പ്രവർത്തിച്ചു പോരേണ്ടവയാണ്. കലാലയങ്ങളിൽ നടത്തുന്ന ബോധവൽക്കരണങ്ങൾ ഈ കൃത്യങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. ഇത്തരം മുൻകരുതലുകളിലൂടെ വിദ്യാഭ്യാസം ഫലപ്രദമായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന കലാലയങ്ങൾ ഉത്തമ ഉദാഹരണങ്ങളായി നമ്മുടെ മുന്നിൽ തന്നെ പ്രവർത്തിച്ചു പോരുന്നു. നമ്മുടെ ക്യാമ്പസ് റാഗിംഗ് വിമുക്തമാക്കാനായി റാഗിംഗ് കർവ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രിൻസിപ്പൽ, സീനിയർ ഫാക്കൽറ്റി, അങ്ങനെ പല ബോഡീസ് ചേർന്നിട്ടുള്ളതാണ് റാഗിംഗ് കർവ് കമ്മിറ്റി. ഈ റാഗിംഗ് കർവ് കമ്മിറ്റി വഴി കുട്ടികളെ ബോധവൽക്കരിക്കുക, റാഗിങ്ങിൻ്റെ റിപ്പോർട്ട് വന്നാൽ അതിന് അന്വേഷണം നടത്തുക, അതിൻ്റെ പേരിൽ നടപടികൾ എടുക്കുക തുടങ്ങിയ ക്രമങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മേലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിനായി സ്റ്റുഡൻസിൻ്റെ തന്നെ ഒരു ആൻറ്റി റാഗിംഗ് കമ്മിറ്റി, അത് കോളേജ് ക്യാമ്പസിലായാലും ബസ്സിലായാലും ക്യാൻറ്റീനിലായാലും പല സ്ഥലങ്ങളിൽ സ്റ്റുഡൻസ് തന്നെ നേരിട്ട് ഇടപെട്ട് നമുക്ക് ഇൻഫർമേഷൻ തരുന്നുണ്ട്. ഈ ക്യാമ്പസിനെ റാഗിംഗ് വിമുക്തമാക്കാൻ നമ്മൾ ചില പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഒന്ന്, ക്യാമ്പസിൽ കുട്ടികളൊക്കെ കാണുന്ന സ്ഥലങ്ങളിൽ ഇതിൻ്റെ പോസ്റ്ററുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ CCTV ക്യാമറ വെച്ചിട്ടുണ്ട്. കോളേജിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ക്യാമറ വെച്ചിട്ടുണ്ട്. അത് എൻ്റെ റൂമിലിരുന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റും, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിൻ്റെ റൂമിലിരുന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒരു ക്യാമ്പസ് വളരെ വിജിലൻ്റാണ്. അതിനുപരി ഓരോ ടീച്ചറിനെയും ഞങ്ങൾ ട്യൂട്ടർ വാർഡ് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ട്യൂട്ടറും കുട്ടികളെ മോണിറ്റർ ചെയ്യുന്നതിൽ വളരെ സന്നദ്ധമായതിന് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടും നമ്മൾക്ക് റാഗിംഗ് ഒരു നല്ല പരിധിവരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. റാഗിംഗ് എന്ന പേക്കൂത്ത് ആദ്യമായി മുളച്ചത് യൂറോപ്യൻ രാജ്യങ്ങളിലായിരുന്നു, പ്രത്യേകിച്ചും കായിക രംഗത്ത്. കളി കഴിഞ്ഞു വരുന്ന സീനിയർ താരങ്ങളുടെ ജേഴ്സിയും ബൂട്ട്സും അലക്കാൻ ജൂനിയർ താരങ്ങളെ ഉപയോഗിച്ചിരുന്നു. ഈ ഒരു പ്രവണത പതിയെ പതിയെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും കടന്നുകൂടി. എന്തും വിദേശ രാജ്യങ്ങളെ നോക്കി മാതൃകയാക്കിയിരുന്ന ഇന്ത്യയിലും 1960-70 കാലഘട്ടത്തിൽ റാഗിംഗ് കുടിയേറാൻ തുടങ്ങി. ഇത് ഔദ്യോഗിക തലങ്ങളെയും ബാധിച്ചുവെങ്കിലും കൂടുതലായും സ്വാധീനം ചെലുത്തിയത് വിദ്യാഭ്യാസ മേഖലയെയായിരുന്നു. ഒരു നിമിഷത്തെ എടുത്തുചാട്ടം, മുൻകരുതലില്ലാത്ത തീരുമാനങ്ങൾ,
അവ കൊണ്ടുചെന്നെത്തിക്കുന്നത് ശക്തമായി പൂട്ടപ്പെടുന്ന വിലങ്ങുകളിലേക്കോ അഴികൾക്കുള്ളിലേക്കോ ആയേക്കാം. റാഗിംഗ് കേസുകളിൽ പ്രതിയാവുന്നവർക്ക് ജീവിതം വളരെ വളരെ കഷ്ടപ്പാടായിരിക്കും. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. പിന്നെ അതിനകത്ത് റാഗ് ചെയ്തു എന്ന് തെളിവ് എന്തെങ്കിലും രീതിയിലൊരു തെളിവ് കിട്ടിയാൽ കോളേജ് അധികാരികൾക്ക് തന്നെ അവരെ ഡിസ്മിസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് FIRൽ പ്രതി ആയാൽ ഈ ആൻറ്റി റാഗിംഗ് സെക്ഷൻസ് വെച്ച് മാത്രമല്ല IPC സെക്ഷനോട് കൂടിയും അവർക്ക് ഒരു ശിക്ഷ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 7 വർഷം വരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7 വർഷം വരെ തടവാണ്. ഒരിക്കലും ബെയിൽ കിട്ടില്ല. ഇപ്പോൾ 307 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ജാമ്യം എന്ന് പറയുന്നത് കിട്ടുകയില്ല. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജയിലിൽ പോകും. 14 ദിവസം കഴിഞ്ഞാലും ജയിൽവാസം തുടരേണ്ടി വരും. അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിലും കസ്റ്റഡിയിലുമുള്ള മാനസിക ബുദ്ധിമുട്ട്, പിന്നെ ജയിലിൽ പോകുന്ന ആ സമയത്തുള്ള ബുദ്ധിമുട്ട്, കോടതികളിൽ ഉള്ള ബുദ്ധിമുട്ട്, അതെല്ലാം കഴിഞ്ഞ് ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പഠിത്തം മാത്രമല്ല നഷ്ടപ്പെടുന്നത്, പക്ഷേ നിങ്ങളുടെ ഭാവി എന്ന് പറഞ്ഞ ഭാവി ജീവിതം പോലും നഷ്ടപ്പെടും. ഒരു ജോലി എവിടെയെങ്കിലും നല്ല രീതിയിൽ കിട്ടും എന്ന് തോന്നുന്നില്ല. ഈ ക്രൈം ഒരു റെക്കോർഡ് നിങ്ങളുടെ കൂടെ കഴുത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. പ്രതിയായിരുന്നു, റാഗിംഗ് കേസിൽ പ്രതിയായിരുന്നു എന്നുള്ളൊരു വലിയ ഒരു അപരാധം കഴുത്തിൽ തൂക്കിക്കൊണ്ട് നടക്കുന്നവരായതുകൊണ്ട് ഒരിക്കലും ഒരു നല്ല ജോലി കിട്ടില്ല. നിങ്ങൾക്കൊരു പാസ്പോർട്ടേ എടുക്കാൻ പറ്റില്ല. വിദേശത്ത് ജോലി എന്ന് പറഞ്ഞാൽ അതും വളരെ വളരെ പ്രയാസമാണ്, കിട്ടുകയില്ല. ഒരു പാസ്പോർട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് തീർച്ചയായിട്ടും പ്രതിയാണെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല ജീവിതമാണ് നിങ്ങൾ ഈ റാഗിംഗ് കേസിൽ പെട്ടു എന്ന ഒരു കാരണം കൊണ്ട് നല്ല ജീവിതമാണ് നിങ്ങൾ തുലയ്ക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സുഹൃത്തുക്കളുമായി ചേർന്ന് ഇതുപോലെ ഒരു ക്രൂരകൃത്യത്തിനാണ് നിങ്ങൾ മുതിരുന്നെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പിന്മാറുക. മറ്റുള്ളവരെ തന്നെ കൂട്ടുകാരെ സുഹൃത്തുക്കളോട് പറയുക, ഇത് ചെയ്യരുത്, തെറ്റാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഴപ്പങ്ങൾ ഇതൊക്കെ ആയിരിക്കുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു കാരണവശാലും ഒരു റാഗിംഗ് കേസിൽ നിങ്ങൾ പിടികൂടി ഒരു പ്രതിയായി കഴിഞ്ഞാൽ പിന്നെ വളരെ വളരെ ബുദ്ധിമുട്ടായി. പരാതി നൽകുന്നതിൽ പേടിക്കേണ്ട. നിങ്ങളുടെ പരാതി നൽകി എന്നുള്ള കാര്യം ഞങ്ങളൊരു പബ്ലിസിറ്റി കൊടുക്കാതെ വളരെ രഹസ്യമായി വെച്ചുകൊണ്ട് അതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും അന്വേഷണം നടത്തുന്നത്. പോലീസിൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഇതുപോലെയുള്ള ക്രൂരകൃത്യം ചെയ്യുന്നവർ അഴിക്കുള്ളിലാകണം, പിടിയിലാകണം, ശിക്ഷ നൽകിയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഒരിക്കലും റാഗിങ്ങിന് കൂട്ടുനിൽക്കുകയില്ല. പോലീസ് അതിന് കർശനമായിട്ട് നടപടിയെടുക്കുകയും ചെയ്യും. നിയമപരമായി ഒരുപാട് കേസുകൾ തെളിയിക്കപ്പെടുന്നുണ്ടെങ്കിലും തക്കതായ ശിക്ഷ ലഭിക്കുന്നുണ്ടെങ്കിലും ഗീവർഗീസിനെ പോലെ അനേകം പേർ അവരനുഭവിച്ച ക്രൂരതകളെ പുറത്തു പറയാതെ അതിൻ്റെ ബാക്കി പത്രങ്ങളായി നിലകൊള്ളുന്നുണ്ട്. ഒരുപക്ഷേ അതെല്ലാം അറിയപ്പെടുകയാണെങ്കിൽ കൂടുതൽ വികൃതമായേനെ ഇതിൻ്റെ മുഖം. കർശനമായ നിയമങ്ങളിലൂടെയും ശിക്ഷാ നടപടികളിലൂടെയും മാത്രമേ ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. റാഗിങ് പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ടൊരു നിയമം തന്നെ കേരളത്തിലുണ്ടായത് 1998-ലാണ്. അപ്പം അങ്ങനെ ഒരു നിയമം നിർമ്മിക്കണമെന്ന് തോന്നാൻ കാരണം റാഗിങ് എന്ന് പറഞ്ഞൊരു മെനേസ് അല്ലെങ്കിൽ ഒരു കാടത്വമായി മാറിയതുകൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ, ഏതെങ്കിലും ഒരു കുട്ടി അല്ലെങ്കിൽ എൻ്റെ രക്ഷകർത്താവ് അല്ലെങ്കിൽ എൻ്റെ ടീച്ചർ അവിടുത്തെ സ്കൂളിൻ്റെ അല്ലെങ്കിൽ കോളേജിൻ്റെ മേലധികാരിക്ക് ഒരു റിട്ടേണായ പരാതി കൊടുക്കുകയാണെങ്കിൽ അതിനെ അന്വേഷിക്കാനും പ്രഥമദൃഷ്ട്യാൽ കുറ്റമെന്ന് കണ്ടാൽ ഉടനെ തന്നെ ആ വിവരം പോലീസിനെ അറിയിക്കുകയും അതിനുള്ള കേസെടുക്കുകയും ചെയ്യുന്നതിന് നടപടിയെടുക്കുക. പിന്നെ സസ്പെൻഡ് ചെയ്യുക. കുറ്റക്കാരാണെന്ന് കാണുകയാണെങ്കിൽ അവർ കുറ്റക്കാരെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ കോളേജിൽ നിന്ന് പറഞ്ഞു വിടുക. ഡിസ്മിസലാണ്. പിന്നെ അടുത്ത കോളേജുകളിൽ 3 കൊല്ലത്തേക്ക് മറ്റൊരു സ്ഥാപനങ്ങൾക്ക് അവർക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ളതാണ് എൻ്റെ ശിക്ഷാ നടപടികൾ. ഈ അഥവാ റാഗിങ് നടന്നെങ്കിലും അത് നടന്നു എന്ന് പ്രഥമദൃഷ്ട്യാ അറിഞ്ഞാലും അതിനൊരു നടപടിയെടുക്കാതിരിക്കുന്ന മേലധികാരി, സ്ഥാപനത്തിൻ്റെ മേലധികാരിക്കും അതേ കുറ്റത്തിന് അവരും ഉത്തരവാദി എന്നാണ് ഈ നിയമം അനുശാസിക്കുന്നത്. മനുഷ്യന് പെട്ടെന്ന് ഉണ്ടാകുന്നതാണ് സഡൻ പ്രൊവക്കേഷൻ എന്നൊക്കെ പറയണത്. പെട്ടെന്നുണ്ടാകണം. പല നവരസങ്ങളിലൊന്നാണ് ക്രോധം, ദേഷ്യം, അങ്ങനെയൊക്കെ പെട്ടെന്നുണ്ടാകുന്ന ഇതുകൊണ്ട് വെച്ചിട്ട് പിന്നീട് ആ റാഗിങ്ങിൻ്റെ പരിധി വിട്ട് പിന്നെ കുറ്റകൃത്യങ്ങളിലേക്ക് അതിൽ നിന്ന് അത് മോട്ടീവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വേറെ കുറ്റങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും വെട്ടുക, അടിക്കുക, കുത്തുക, കൊലപ്പെടുത്തുക ഇതിലോട്ടൊക്കെ പോകുന്നത്. അങ്ങനെ പോകുന്ന കേസുകൾ വരുമ്പോൾ ആ ചെയ്ത കൃത്യത്തിന്, അതായത് വെട്ടുകയോ ദേഹോപദ്രവം ചെയ്യുകയോ ചെയ്യുന്ന കേസിൻ്റെ കാഠിന്യം അനുസരിച്ച് അതിൻ്റെ ശിക്ഷണ നടപടികൾ ഇന്ത്യൻ പീനൽ കോഡിൽ പെടുന്നതും മറ്റു വകുപ്പുകളിൽ വരുന്നതുമെല്ലാം ഇതിൽ കൂട്ടിച്ചേർത്ത് റാഗിങ്ങിൻ്റെ കൂട്ടിച്ചേർത്താണ്. റാഗിങ് വിൽ ബി ഓൺലി എ മോട്ടീവ്. കൂട്ടിച്ചേർത്ത് അതിന് ശിക്ഷ കോടതിയിലും മറ്റു കേസുകളെ പോലെ തന്നെ അതൊരു നോൺ ബെയിലബിൾ ഒഫൻസായി കേസ് വിസ്താരം നടത്തി അതിൻ്റെ തെളിവെടുത്താൽ വെറും റാഗിങ്ങിൻ്റെ 2 കൊല്ലത്തിനകത്ത് നിൽക്കില്ല. അത് ഇറ്റ് വിൽ ഗോ അപ് ടു അത് ജീവപര്യന്തം വരെ പോകും. റാഗിംഗ്
വളരെ അപകടകാരിയായൊരു സാമൂഹിക വിപത്താണ്. അത് വ്യക്തിയെയും സമൂഹത്തെയും അതിൻ്റെ ഘടകങ്ങളെയും ഇല്ലാതാക്കുന്നു. സ്വന്തം മക്കളെയോർത്ത് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്യുന്ന അച്ഛനമ്മമാരുടെ പ്രതീക്ഷകളെയാണ് അവ ഇല്ലാതാക്കുന്നത്. ഒരു നിമിഷത്തെ ആനന്ദത്തിനും അനുഭൂതിക്കും വേണ്ടി ഒരായുസ്സിൻ്റെ ഭൂരിഭാഗവും നശിപ്പിക്കുകയാണത് ചെയ്യുന്നത്. ജീവിതത്തിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നവരുടെ മേൽ തീക്കനൽ കോരിയൊഴിച്ച് സ്വന്തം മാതാപിതാക്കളുടെ നെഞ്ചു തകർക്കുന്ന കലാലയത്തിൻ്റെ ദുരന്തമുഖങ്ങൾ ഇനിയും കാണാതിരിക്കട്ടെ. ഞാനും 2 മക്കളുടെ അമ്മയാണ്. ഒരാളിത് എൻജിനീയറിങ്ങിന് തിരുവനന്തപുരത്ത് പഠിക്കുന്നു, ഒരാൾ 12 കഴിഞ്ഞത് എൻജിനീയറിങ്ങിന് പോകാൻ നിൽക്കുകയാണ്. നമുക്കൊക്കെ ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. പേപ്പറുകളിലൊക്കെ പലതും കാണുമ്പോൾ റാഗിങ് എന്നുള്ളത് വളരെ പേടിയുള്ളൊരു കാര്യമാണ്. നമ്മളാണെങ്കിൽ 100 സ്വപ്നങ്ങളും പ്രതീക്ഷകളും വെച്ചിട്ടാണ് കുട്ടികളെ അകലങ്ങളിലേക്കൊക്കെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വിടണത്. അവിടെ ചെന്ന് കുട്ടികൾ സീനിയേഴ്സ് എങ്ങനെയാണ് സീനിയേഴ്സിന് ഇങ്ങനെ ജൂനിയേഴ്സിനെ ഇത്രയധികം ക്രൂരായിട്ട് റാഗ് ചെയ്യാൻ പറ്റണേ എന്നുള്ള കാര്യം കഷ്ടമാണ്. ആലോചിച്ചാൽ വളരെ കഷ്ടമാണ്. എന്താ വെച്ചാൽ ഒരേ കോളേജിൽ ചെല്ലുമ്പോൾ സഹോദരന്മാരെ പോലെ കാണേണ്ടവരാണ്. ദേഹങ്ങൾക്കും ഉപദ്രവങ്ങളുള്ള റാഗിങ് എന്ന് പറഞ്ഞാൽ അവരുടെ പഠിത്തത്തിനെ ബാധിക്കും, അവരുടെ പിന്നെയുള്ള അവരുടെ കരിയറിനെയും ബാധിക്കും. എങ്ങനെയാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം ആലോചിക്കേണ്ടത് തന്നെയാണ്. എല്ലാ അച്ഛനമ്മമാരുടെയും ഒരു പേടി സ്വപ്നം തന്നെയാണ് റാഗിങ്. റാഗിംഗ് സമൂഹത്തിന് മേൽ സൃഷ്ടിക്കുന്ന പ്രതിപ്രവർത്തനത്തിൻ്റെ നേർചിത്രമാണ് ഈ വാക്കുകൾ പങ്കുവയ്ക്കുന്നത്. മനഃശാസ്ത്രപരമായ വിശകലനങ്ങളിലൂടെയും അവലോകനങ്ങളിലൂടെയും മാത്രമേ ഇത്തരം സാമൂഹിക വിപത്തുകളെ തടയാൻ സാധിക്കുകയുള്ളൂ. സ്വന്തം വ്യക്തിത്വത്തെയും യുക്തിബോധത്തെയും ഒരുവൻ സ്വയം തിരിച്ചറിയുന്നതിലൂടെ മനസ്സിൻ്റെ മഹത്തായ തലങ്ങളിലേക്ക് നയിക്കപ്പെടുന്നു. വിദഗ്ധരായ മനഃശാസ്ത്രജ്ഞന്മാരുടെയും സാമൂഹിക പ്രവർത്തകരുടെയും ആത്മാർത്ഥമായ സേവനങ്ങൾ ഇതിനായി ഉപയോഗിക്കണം. കൂടാതെ കലാലയങ്ങളിൽ റാഗിങ്ങിനെതിരായി പ്രത്യേക സംഘടനകൾ രൂപവൽക്കരിക്കുന്നതിലൂടെയും അവർ വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തുന്ന ബോധവൽക്കരണത്തിലൂടെയും ഒരു പരിധിവരെ ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. നവാഗതർക്ക് സൗഹൃദപരമായ ക്യാമ്പസ് അന്തരീക്ഷം നിലനിർത്താൻ അധികാരികൾ ശ്രമിക്കേണ്ടതാണ്. അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയാൻ നടത്തുന്ന ഫീഡ്ബാക്ക് ക്ലാസുകൾ, വ്യക്തിപരമായ കൗൺസലിംഗ് മുതലായവ മാനസികാവസ്ഥയെ മനസ്സിലാക്കാനും പരിഹാരം കണ്ടെത്താനും സഹായിക്കുന്നു. റാഗിങ്ങിൻ്റെ നിയമവശങ്ങളെ സ്വതന്ത്രമായി ഉപയോഗിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നത് മൂലം തെറ്റിൽ നിന്നും തെറ്റിലേക്ക് നയിക്കപ്പെടുന്ന പ്രവണതയെ നമുക്ക് തടയാൻ സാധിക്കും. എൻ്റെ ഏറ്റവും മുറിവെന്ന് പറഞ്ഞല്ലോ, എൻ്റെ ശരീരത്താണ് പറ്റിയെങ്കിൽ കുഴപ്പമില്ല, അതെങ്ങനെയും ആരും കാണല, ഷർട്ടും പാൻ്റ് ആയിട്ട് കഴിഞ്ഞാൽ ആരും കാണണമെന്ന് പറയാം. പക്ഷെ മുഖത്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ ഏതൊരു ആങ്കൊച്ചായാലും പെങ്കൊച്ചായാലും കൊച്ചിന് പറഞ്ഞാൽ വളരെ ഇൻഫെക്റ്റീവ് കോംപ്ലക്സ് വരുത്തുന്ന രീതിയിലൊരു ഇതാണത്. ഇപ്പം എൻ്റെ മുഖത്താണ് കിട്ടിയിരിക്കുന്നത്. ഇതിന് മുമ്പായിരുന്നെങ്കിൽ എനിക്ക് എന്തുവേണം ചെയ്യാം, കൂട്ടാന്മാരൊപ്പം പോയി എൻജോയ് ചെയ്യാം, എന്തെങ്കിലും സിനിമ കാണാനോ ഇപ്പം എവിടെയെങ്കിലും പോകാനോ എവിടെ എറണാകുളത്തേലും ഷോപ്പിങ്ങിനോ എന്തെങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഞാനിപ്പോൾ സമൂഹത്തിൻ്റെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ ആരും അത് ശ്രദ്ധിക്കില്ല. എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയാൽ നമുക്ക് നുണ പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പം മീഡിയയിലൊക്കെ ആയതുകൊണ്ട് ഞാൻ സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ അത് വല്ലാതെ അങ്ങ് ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ ഒരുമാതിരി ദയനീയമായി സാധനം നോക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്, എനിക്കൊരു ബുദ്ധിമുട്ടാണത്. ഇങ്ങോട്ടും കൊണ്ടുവന്നിട്ടും ഞാനിപ്പോൾ ഇവിടെ പിറവത്താണ് പഠിക്കുന്നത് പറഞ്ഞല്ലോ, അവിടെ പഠിക്കുമ്പോഴും അവിടുത്തെ എല്ലാ കുട്ടികളും എന്നെ കാണുമ്പോൾ ഒരുമാതിരി ഒരുമാതിരി വല്ലാതെ നോക്കും. നമുക്കത് ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് ഇറങ്ങി കിടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്, ഒരു കോൺഫിഡൻസ് കുറവ്, നമുക്കങ്ങ് ഒരു എൻജോയ് ചെയ്യാൻ പറ്റുള്ള ഒരു ഒതുങ്ങിക്കൂടിയ ജീവിതം പോലെ. ഇപ്പം ഇതുപോലെ അവസ്ഥ ഒരു കുട്ടിക്കും വരരുത് എന്ന പ്രാർത്ഥന എനിക്കുള്ളൂ. എനിക്ക് വന്ന ഇപ്പം അത് വന്നു പോയി, ഇനി സഹിക്കാതിരിക്കാൻ പറ്റില്ല, ഇനി വേറെ ആൾക്ക് വരരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് സംസ്കാരത്തെ പകർന്നു നൽകുന്ന മഹത്തായ കർത്തവ്യമാണ് വിദ്യാഭ്യാസം. നാം കൈമാറുന്ന ചിന്തകളും വീക്ഷണങ്ങളും പരിശുദ്ധിയുള്ളതാണെങ്കിൽ വരും തലമുറയ്ക്ക് നാം നൽകുന്ന മഹത്തായ സേവനമാവും അത്. അക്ഷരങ്ങളെ സ്നേഹിക്കുന്നതിലൂടെ, മനുഷ്യ മനസ്സിനെ തിരിച്ചറിയുന്നതിലൂടെ നാം നൽകുന്ന സ്നേഹം ആത്മാർത്ഥതയുള്ളതും നന്മയുള്ളതുമാവുന്നു. അവ നമുക്ക് നൽകുന്ന പ്രതിഫലനമാണ് നമ്മുടെ വ്യക്തിത്വം. അതുകൊണ്ടുതന്നെ നാം നല്ല മനസ്സുകൾക്ക് ഉടമയായിത്തീരട്ടെ. എന്നെപ്പോലെ ഒരു കുഞ്ഞിനെ അച്ഛനില്ലാതെ വളർത്തിയ ഏതൊരമ്മയ്ക്കും ഇത് മനസ്സിലാക്കുവാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
എന്നാൽ ഇനി ഒരു മക്കൾക്കും ഇത് ഇങ്ങനെ സംഭവിക്കരുത്, ആ പാരൻസിനും ഇതുപോലുള്ള ഒരു അനുഭവം ഉണ്ടാകരുത് എന്ന് ഇതിൻ്റെ നിയമപാലകന്മാരോട് ഒരപേക്ഷയുണ്ട്. you.